ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പുതിയൊരു വിഷയമാണ്. ഏതാനും കാലങ്ങളായി ഞാൻ നിരീക്ഷിച്ച ചില ബുദ്ധിജീവികളുടെ ലക്ഷണങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചില പുരുഷന്മാരിലും സ്ത്രീകളിലും നമുക്ക് ബുദ്ധിജീവികളെ കാണാൻ സാധിക്കും. ഒരു മുന്നറിയിപ്പ്: ഒരാൾ ബുദ്ധിജീവികളുടെ വേഷം കെട്ടുന്നതിന് മുമ്പ് പലതവണ ആലോചിക്കണം. പിന്നീട് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലേക്കുള്ള മടക്കം അസാധ്യമാണ്. തന്റെ വ്യക്തിത്വത്തിന് കോട്ടം തട്ടുമോ എന്ന ആശങ്കയിൽ ഒരു തമാശ കണ്ടാൽ പോലും ഉള്ളു തുറന്ന് പൊട്ടിച്ചിരിക്കാൻ ബുദ്ധിജീവികൾക്ക് സാധിക്കില്ല. ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനോ പോയാൽ പോലും സ്വാദിഷ്ടമായ ഭക്ഷണം വയറു നിറച്ചു കഴിക്കാൻ ബുദ്ധിജീവികൾക്ക് തടസ്സമാവും. ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റുള്ളവരെന്നെ നോക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ, ചവച്ചിറക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നുണ്ടോ എന്നതൊക്കെയായിരിക്കും ഇവരുടെ പ്രശ്നം. പിന്നെ ഏതെങ്കിലും ഒരു കലാപരിപാടി കാണാൻ പോയാൽ ഇഷ്ടപ്പെട്ടാലും കൈയടിക്കില്ല. കാരണം ബുദ്ധിജീവികൾക്ക് കൈയടിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്താൽ വിലയിടിഞ്ഞു പോവില്ലേ? ഫുട്ബോൾ, ക്രിക്കറ്റ്, ഡാൻസ്, മറ്റു കലാകായിക വിനോദങ്ങൾ എന്നിവ കാണുമ്പോൾ താളത്തിനൊത്ത് നൃത്തം ചെയ്യാനോ പാട്ടുപാടാനോ തോന്നിയേക്കാം. പക്ഷെ അങ്ങനെ ചെയ്യില്ല. പിന്നെ കുട്ടിക്കാലത്തെ ഓർമ്മയുടെ പേരിലും ആവേശം കൊണ്ടോ അങ്ങനെ സംഭവിച്ചാൽ ബുദ്ധിജീവി എന്ന നിലയിൽ ജനങ്ങൾ നൽകിയ ബഹുമാനം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകും. തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരെ അല്ലെങ്കിൽ സഹപ്രവർത്തകരെ കാര്യപ്രാപ്തി ഇല്ലാത്തവരായിട്ടോ തീരെ ബുദ്ധിയില്ലാത്തവരായിട്ടോ ഇവരെ ഗണിക്കും. അവർ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ചാൽ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് ചില ബുദ്ധിജീവികളുടെ മാത്രം ലക്ഷണങ്ങളാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാലോ പറഞ്ഞാലോ മറുപടി തരുന്നതിന് പകരം ചെറുപുഞ്ചിരി മാത്രമായിരിക്കും ഇത്തരം ബുദ്ധിജീവികളിൽ നിന്നുണ്ടാവുക. അതുകൊണ്ട് ഇവർ വിവരമില്ലാത്തവരാണെന്ന് ആരും കരുതി പോകരുത്. വിവരം കൂടിയത് കൊണ്ടാണ് അവർ ഇങ്ങനെ പെരുമാറുന്നത്. ചിലപ്പോൾ മറുപടി പറയാനോ സംസാരിക്കാനോ അറിയില്ലെങ്കിലും ഒരു ബുദ്ധിജീവിയോട് ചോദിക്കാനോ മറുപടി ലഭിക്കാനോ നിങ്ങൾ അർഹനല്ല എന്ന മട്ടിലോ അതുമല്ലെങ്കിൽ വിഡ്ഢിത്തമായോ എന്നൊരു തോന്നൽ ചോദ്യകർത്താവിൽ ഉണ്ടാക്കുക എന്ന മനഃശാസ്ത്രപരമായ സമീപനവും ഇവർ സ്വീകരിക്കും. കൂടുതൽ സമയം ചിന്തിക്കുന്നതായി ഭാവിക്കുകയും മൗനം ആയിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇവർ വിഷാദ രോഗികളാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അതും ബുദ്ധിജീവികളുടെ ഒരു ലക്ഷണമാണ്. ഇനിയും ബുദ്ധിജീവികളെ നേരിൽ കാണാത്തവർ ചുറ്റുപാടും ഒന്ന് നോക്കിയാൽ, സൂക്ഷ്മതയോടെ നോക്കിയാൽ ആരൊക്കെയാണ് ബുദ്ധിജീവികളെന്ന് നിങ്ങൾക്ക് ശരിയായിട്ട് മനസ്സിലാവും. ഒരു സാധാരണക്കാരന്റെ ആസ്വാദകരമായ ജീവിതം കണ്ട് ബുദ്ധിജീവി ചമയുന്നവർ വെറും നോക്കിക്കുത്തികളായി മാറി നിൽക്കേണ്ടി വരും എന്നുള്ളത് തീർച്ച. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.